ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെസ്റ്റേൺ മോഡൽ ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമ്മളിവിടെ വൈറ്റ് ജെൻറ്റിൽമാൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കൂടാതെ ഓർഗൻസായുടെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട്, വൈറ്റ് പ്രിൻ്റ് വരുന്നത്. അപ്പോൾ അത് യോക്ക് പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് വിഡ്ത്തിനുള്ളത് മാത്രം മടക്കിയിട്ടാൽ മതി. എന്ന് വെച്ചാൽ 60 ഇഞ്ച് വിഡ്ത്തിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് വേണ്ട. അപ്പം നമുക്ക് ബ്രസ്റ്റ് അളവ് എത്രയാണോ ഉള്ളത് അതിൻ്റെ 4/1 എടുത്തിട്ട് മതി നമ്മൾ മടക്കിയിടാൻ. അതിനുശേഷം നമ്മൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഫ്രണ്ട് പീസിന് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസ് നമ്മൾ കോളർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇച്ചിരി എക്സ്ട്രാ 1.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളെടുത്തത്. ബാക്കിയെല്ലാം അളവുകളെല്ലാം ഇതുപോലെ കറക്റ്റായിട്ട് അളന്നെടുക്കുക. അതിനുശേഷം നമുക്കിതെല്ലാം വരച്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ അളവുകളെല്ലാം യോക്ക് പാർട്ട് വരെ ഉള്ളതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഇതുപോലെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്ക് എത്രയാണോ വേണ്ട ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ആ 1.5 ഇഞ്ചിൽ നിന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം എന്നിട്ട് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിനുള്ളത് നമുക്ക് വിഡ്ത്തിനനുസരിച്ചുള്ളത് മടക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണോ വേണ്ട ഫുൾ സ്ലീവായിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് പടിയൊക്കെ കൊടുത്തിട്ട് ഷർട്ട് മോഡൽ സ്ലീവ് വന്നിട്ടാണ് ഷർട്ടിൻ്റെ സ്ലീവ് പോലെ പടിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അളവ് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് 22 ഇവിടെ ഫുൾ ലെങ്ത് വരുന്നത്. അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചിട്ട് മതി. നമുക്ക് പടിക്കുള്ള വീതി കുറച്ചിട്ട് മതി. എന്നിട്ട് നമുക്ക് വിഡ്ത്ത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈക്കുഴി വളച്ച് വരച്ച് കൊടുക്കാം. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് താഴത്തെ വിഡ്ത്ത് ഇച്ചിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്ലീവിന് താഴെ പിടിപ്പിക്കാനുള്ള പടി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വിഡ്ത്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. 4 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു 5.5 ഇവിടെ എടുക്കുന്നത്. അതിവിടെ താഴെ മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിത് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഈ ടോപ്പിന് ബാക്കിലേക്ക് നമ്മളൊരു ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. ആ ബെൽറ്റിനുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സാധാരണ ഫ്രോക്കിനൊക്കെ ബാക്കിലേക്ക് ബെൽറ്റ് നമ്മൾ വലിച്ചിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ നമുക്ക് ഈ ടോപ്പിനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഗൻസായുടെ മെറ്റീരിയലാണ് അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രിൻറ്റ് വരുന്ന ഓർഗൻസായുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഓർഗൻസ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ജെൻറ്റിൽമാൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തത് വെച്ച് കൊടുത്തിട്ട് നമ്മളതുമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അന്നേരം ആദ്യം നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ജെൻറ്റിൽമാൻ്റെ മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഓർഗൻസായുടെ മെറ്റീരിയൽ വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജെൻറ്റിൽമാൻ്റെ മെറ്റീരിയലിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. അബായൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നല്ല മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പടിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്കിനും പടിക്കുമൊക്കെ നമുക്ക് ഒരേ കൊത്തിട്ട് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചെടുക്കണം. 2 ഇതുപോലെ തന്നെ കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ മറിച്ചെടുക്കുക.
ഇത് കോളേജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ്. ഒരു പ്രത്യേക സ്റ്റൈലായിട്ട് വരുന്നൊരു നല്ലൊരു ടോപ്പാണ്. നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണിത്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവിലേക്കുള്ള പടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ രണ്ടെണ്ണത്തിനുള്ളത് നമുക്കിതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഉൾഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, രണ്ട് സൈഡും. എന്നിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് മറിച്ചെടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺസ് കൊടുക്കുകയാണ് അവിടെ. അന്നേരം ഷർട്ട് പോലെ തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് കോണുകളെല്ലാം നമ്മൾ കറക്റ്റാക്കി കൊടുക്കുക. എന്തെങ്കിലും സ്കൂട്ടറോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കോണിലുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. ഇത് നമ്മൾ ഫ്രണ്ടിൽ സിബ്ബാണ് വെക്കുന്നത്, സിബ്ബ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഫ്രണ്ടിൽ ഈ സിബ്ബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇൻവിസിബിൾ സിബ്ബാണ്, നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ ടീത്തിൻ്റെ അരികത്ത് കൂടി തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അന്നേരം നമ്മൾ വൺ സൈഡ് പ്രസ്സറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ. എന്നിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് വലിച്ച് നോക്കുക, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗവും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കണം. ഇതുപോലെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കുക. ബാക്ക് പീസ് ഞാൻ നെക്ക് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ കോളറാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ നെക്കിനൊന്നും അടിച്ച് മറിക്കാനൊന്നുമില്ല. നമ്മളിതുപോലെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് അടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൻ്റെ താഴത്തെ ഭാഗം രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മളെന്താണെന്ന് വെച്ചാൽ താഴെപ്പടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്, അവിടെ ബട്ടൺസ് കൊടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പടിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ ഇതുപോലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിതുപോലെ വെച്ചതിന് ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തൊക്കെ വെച്ചേക്കുവാണല്ലോ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഞൊറു ഇട്ട് കൊടുക്കണം. കുറച്ചകത്തി ഇതുപോലെ ഞൊറു ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഞൊറു ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് വരാൻ പാകത്തിന് വെച്ചൊക്കെ കൊടുത്ത് കുറച്ച് അകലത്തിലാണ് ഞാനിവിടെ ഞൊറു ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് തിക്നെസ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, കുറച്ച് അകത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞൊറു ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് എൻഡിൽ വരുമ്പോഴത്തേക്ക് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഞൊറു ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ടൊക്കെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കൈക്കുഴിയുമായിട്ട് നമ്മൾ ബോഡി പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം എടുത്തിട്ട് പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന പോലെ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അതിനുശേഷം സ്ലീവ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പടിയൊക്കെ നോക്കി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് ആ പടിയുടെ താഴ്ഭാഗത്ത് കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് താഴെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിലേക്ക് ബെൽറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ആ സെൻറ്ററിൽ ഇതുപോലെ 2 ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് താഴത്തെ പീസാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴത്തെ പീസ് പ്രത്യേകിച്ച് കട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു, അതാണ് ഞാൻ കാണിക്കാഞ്ഞത്. അത് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തെടുക്കുക, ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. എന്നിട്ട് നമ്മൾ താഴത്തെ പീസ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ 60 ഇഞ്ച് മെറ്റീരിയൽ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, നമുക്ക് പിന്നെ ഫുൾ ലെങ്തിലാണ് വേണ്ടെങ്കിൽ ഫുൾ ലെങ്തിലല്ല ഞാനിത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. മുട്ടിന് താഴെ വരാൻ പാകത്തിനാണ് ഒരു ടോപ്പായിട്ട് ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ ഒരു ടോപ്പിൻ്റെ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഞൊറിച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. ആ മെറ്റീരിയലിൻ്റെ 60 ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയലാണ്, ആ ഒരു പീസ് മാത്രമാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിന് 2 അറ്റവും കൂടെ കൂട്ടിയിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നമ്മളിതുപോലെ മടക്കി ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ ആ യോജിപ്പിച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി പാർട്ടും ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് താഴത്തെ പീസിനെ നമ്മൾ ചെറുതായിട്ട് ഞൊറിട്ട് കൊടുക്കുകയാണ്. അകത്തിയാണ് ഞൊറിടുന്നത്, ഒത്തിരി അടുപ്പിച്ചൊന്നുമല്ല, കുറച്ച് അകത്തി ഞൊറിടുകയാണ്. ഒരുപാട് അടുപ്പിച്ചാകുമ്പോൾ ഒരു വൃത്തികേടാവും. ഇച്ചിരി അകത്തി ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ ഈ ടോപ്പിന്, അതാണ് നല്ലത്. സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നല്ല ഭംഗിയായിരിക്കും ഈ ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ. ഇനി നമുക്ക് നെക്കൊന്ന് അളന്ന് നോക്കാം എത്രയാണ് ഉള്ളതെന്ന്. നമുക്ക് പിന്നെ കോളർ വയ്ക്കാനുള്ളതാണ്. അപ്പം നെക്ക് എത്രയാണെന്ന് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് 2ആയിട്ട് മടക്കിയിട്ടതിന് സെൻറ്ററിൽ നിന്നും നമുക്കിതുപോലെ അടയാളം നോക്കാം. ഇതുപോലെ നെക്ക് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ബാക്കിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് അളവെടുത്തത്. എന്നിട്ട് നമുക്ക് ഇത് ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കോളർ എന്ന് വെച്ചാൽ ഷർട്ടിൻ്റെ കോളർ പോലെയാണ്. നമുക്ക് ചെറിയൊരു പടിയുണ്ട്, പിന്നെ വലിയ കോളറും ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ക്യാൻവാസിൽ നമ്മൾ നെക്ക് എത്രയാണോ അടയാളപ്പെടുത്തിയത് അത് നമുക്കിവിടെ നിന്ന് നോക്കാം. അളന്നും അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എത്രയാണോ കിട്ടിയെന്ന് വെച്ചാൽ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ 1.5 ഇഞ്ച് വിട്ടിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ കോളറാണ്. എന്നിട്ട് നമ്മൾ വലിയ കോളർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നെക്കിൻ്റെ അതേ അളവിനാണ് നമ്മളിതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിനി വലിയ കോളറിനുള്ളതും കട്ട് ചെയ്തെടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ നെക്കിൻ്റെ അതേ അളവ് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, അതേ ആ മടക്കി തന്നെ നമ്മളിവിടെ വെച്ചിട്ട് അതിലും കുറച്ചിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്. എന്നിട്ട് ഇവിടെ 3.5 എടുത്തിട്ടുണ്ട്. 3.5 എടുത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇവിടെ ഭാഗത്ത് നമ്മൾ കറക്റ്റ് നെക്കിൻ്റെ അതേ അളവ് തന്നെയാണ്. 1 ഇഞ്ച് മുകളിലാണ് നമ്മൾ താത്തി കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നേരെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു വലിയ കോളറാണ്. വലിയ കോളറായിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ വരും. ഇതുപോലെയാണ് കോളർ വരുന്നത്.
എന്നിട്ട് നമുക്കത് മെറ്റീരിയൽ ഇതുപോലെ അയൺ ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ മെറ്റീരിയൽ അയൺ ചെയ്തെടുത്തത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത മെറ്റീരിയൽ കൂടാതെ ഒരു മെറ്റീരിയൽ കൂടി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് 3 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചുറ്റിനും കൊത്തിട്ട് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് അരികെ കൂടി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു പ്രസർ അകലത്തിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പ്രസർ അകലത്തിലോ അല്ലെങ്കിൽ അരികിൽ കൂടിയോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ കോളർ കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ എന്നിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ കോളറും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുള്ള 2 മെറ്റീരിയലും ചെറിയ കോളറിനുള്ള ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത മെറ്റീരിയലും അല്ലാത്ത മെറ്റീരിയലും കൂടെയൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ശേഷം വേണം നമുക്കിതുപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതും ഒന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് മെറ്റീരിയൽസ് പുറത്തേക്ക് വെക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ലെവലൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിന് ഈ വലിയ കോളറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം ചെറിയ കോളർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ കോളർ വെച്ച് പിന്നെയും ചെറിയ കോളർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അരികെ കൂടി ഇതുപോലെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ചെറിയ കോളറിന് നമുക്ക് ലെങ്ത് കൂടുതലാണുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരികടിച്ച് കൊടുക്കുക. ഇതുപോലെയൊക്കെ അടിച്ച് കൊടുത്താലും നമുക്ക് പക്ക ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് വെച്ചാൽ ഈ കോളർ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും 2 അരികും ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഉൾഭാഗമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം 2 കോണും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനെ മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. കോണ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് പിന്നെ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നെക്ക് എടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗമൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം കോളറിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളും. സെൻറ്റർ ഭാഗത്ത് നിന്നും വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മറു സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇത് വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അതായത് കണ്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വളരെ വേഗത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.